താൻ ആത്മഹത്യ ചെയ്യും എന്ന് പലകുറി അദ്ദേഹം വ്യക്തമാക്കിയതുമാണ് അഫാൻ. അങ്ങനെയെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് ഇതിലൊരു ശ്രദ്ധക്കുറവുണ്ടായോ എന്ന ചോദ്യം വീണ്ടും അവിടെ പ്രസക്തമല്ലേ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാരണം അഫാൻ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. കാരണം ഒരുപാട് ന്യൂസ് ആഘോഷിച്ച അല്ലെങ്കിൽ ന്യൂസുകാർ ആഘോഷിച്ച ഒരുപാട് വാർത്തകളിൽ ഒന്നാണ് ഈ പറയുന്ന വാർത്ത എന്ന് പറയുന്നത്. അഫാൻ എന്ന് പറയുന്ന 5 പേരെ കൊലപ്പെടുത്തുകയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അറസ്റ്റിലാക്കുകയും ജയിലിൽ അടക്കുകയും പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കുകയും ചെയ്ത് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ് ഞാൻ കുറച്ചു മുന്നേ നിങ്ങളെ കേൾപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന്, അപമാനങ്ങളും ഈ പറയുന്ന പരിഹാസങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ, അതൊരു എന്താ പറയുക, മനസ്സിലാദ്യം സങ്കടമായി, ഒരു വിഷമമായി, പിന്നെ അതൊരു വൈരാഗ്യത്തിലേക്ക് പോയി, പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക് പോയെന്നാണ്. കൊലപാതകത്തിൽ നയിച്ചൊരു കാര്യം എന്ന് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വെന്റിലേറ്ററുടെ സഹായത്തോടു കൂടി ഇപ്പോൾ അഫാൻ മെഡിക്കൽ കോളേജിൽ തുടരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരമാണ്. ഏതായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം, അസാധാരണമായ സംഭവം. പുള്ളിക്കാരൻ ഇത്തിരി പോലും സീരിയസ് ആണ്. എന്താണ് ആത്മഹത്യ ശ്രമിച്ച പുള്ളിക്കാരൻ ഇത്തിരി പോലും സീരിയസ് ആണ്. ജീവിതം ആ പയ്യൻ എന്ന് വെച്ചാൽ ആ പയ്യൻ ജീവിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ലൈഫ് ജീവിച്ചു പോലും അവൻ എന്താണ്, അവന്റെ ലൈഫ് തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കും അവന്റെ ഒരു വിവരക്കേടും അവന്റെ അറിവില്ലായ്മയും കൊണ്ട് അവൻ 5 പേരെ കൊല്ലേണ്ടി വന്നു. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്താ, ഞാൻ അവരെ നിങ്ങൾ മോശമായിട്ട് എടുക്കരുത്. കുട്ടികൾ ഇതുപോലെയുള്ള അപമാനങ്ങളും ഈ പറയുന്ന ഒരു തോൽവി എന്ന് പറയുന്ന അവർക്ക് സഹിക്കാൻ പറ്റാത്ത പല തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആയി മാറിയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ. എല്ലാവരും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന ഡിപ്രഷനും കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്ത് കൂട്ടും. മനസ്സിലായി? ഈ ചെയ്ത് കൂട്ടുമ്പോൾ ഇതിൽ അനുഭവിക്കുന്ന പല പല ആൾക്കാരുണ്ട്. അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മനസ്സിലായില്ലേ? ഇപ്പം അനിയനെ, ഇപ്പം കാരണം ആ സമയത്ത് ആ പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മുടെ ഇത് മാറാം. കാരണം നമുക്കൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ദേഷ്യം നമ്മൾ വരുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലല്ലായിരിക്കും. മനസ്സിലായി? ചിലപ്പോൾ നമ്മൾ ഒരാളെ അടിക്കാം, അല്ലെങ്കിൽ ഒരാളെ വളരെ മോശമായിട്ടുള്ള പറയാൻ പാടാത്ത വാക്കുകൾ പറയാം. മനസ്സിലായി? അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ എന്താണ് നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മാനസിക ആരോഗ്യം എന്നുള്ള സാധനമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തോൽവി പോലും, കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന പോലും, ഒരു തോൽവി പോലും അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരുന്ന തലമുറയിലുള്ള കുട്ടികൾ, ഈ പറയുന്ന ഈ പയ്യൻ എന്ന് പറഞ്ഞ അഫാൻ എന്ന് പറയുന്ന പയ്യൻ അവന് അധികം പ്രായമൊന്നുമില്ല, അവൻ ജീവിച്ച് തുടങ്ങിയിട്ടില്ല. ആ പയ്യൻ ചെറിയൊരു പയ്യനാണ്. മനസ്സിലായി? അപ്പൊ അവന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പോലും വിചാരിച്ച ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പല ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പം ഒരു കുടുംബം ഇത്രത്തോളം സന്തോഷമായിട്ടൊരു കുടുംബം ഒറ്റ സ്റ്റെപ്പിന് പെട്ടെന്നൊരു വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, മനസ്സിലായില്ലേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആ പയ്യന് ഇല്ലാതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഈ വാർത്ത ആത്മഹത്യ ചെയ്തതിന്റെ കാര്യം കുറ്റബോധം, ആ പയ്യനുണ്ടാകുന്ന കുറ്റബോധം കൊണ്ടാണ് ആ പയ്യൻ ആത്മഹത്യ. കാരണം അവന്റെ ലൈഫില്ല, ഞാൻ ചെയ്തൊരു വലിയൊരു തെറ്റാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു വലിയൊരു തെറ്റാണ്, പിന്നെ ഞാൻ എന്റെ ലൈഫ് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് പയ്യൻ വന്നൊക്കെയാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ബാക്കി നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം. ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വെഞ്ഞാറമൂട് പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല, താൻ ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യും, അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യക്ക് ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു എന്ന് ചില വിവരങ്ങൾ നമുക്ക് മുൻപ്. പയ്യന് ജീവിക്കാൻ ഇനി, കാരണം അവന്റെ ലൈഫ് ഇനി ഇല്ല എന്ന് അവനൊരു തോന്നൽ തോന്നിയിട്ടുണ്ട്. കാരണം മാനസികമായിട്ട് എന്താണ് ഈ പറയുന്ന ഒരു തകർച്ച, മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മനസ്സിലായില്ല? അവൻ ചെയ്തൊരു കുറ്റമാണ്, തെറ്റാണ്, അവൻ ചെയ്ത് കൂട്ടിയ പല മാനസിക സിറ്റുവേഷൻ ഉണ്ട്. ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും, പല സാഹചര്യങ്ങളിലും പോയിട്ടുണ്ടാവും. അങ്ങനെ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് തിരുത്താൻ പറ്റാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികളോട്, അവരോട്, പിന്നെ അവരുടെ പേരൻസിനോട്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ആഹാരം, നല്ല ഫുഡുകൾ വെച്ച് കൊടുക്കുന്നത് പോലെ അവർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സാഹചര്യങ്ങൾ, നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, വഴക്ക്, പ്രശ്നം, അടി, ഇടി, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം, ഈ പ്രശ്നം, ഇതൊക്കെ കണ്ടു വളരുന്ന പിള്ളേർ, കുട്ടികൾക്ക് അവർക്ക് താങ്ങാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ. മനസ്സിലായത്? അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിൽ ഈ വീഡിയോ അല്ലെങ്കിൽ എന്താണ് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയാണ്, തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് ആ പയ്യൻ ചെയ്തു. മനസ്സിലായത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയായിരുന്നു. മനസ്സിലായത്? അപ്പൊ ഇന്ന് ആ പയ്യൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇന്ന് ചിന്തിക്കുന്ന ആ മനസ്സ് അവൻ അന്നുണ്ടാകുന്ന ഒരിക്കലും ഈ പറയുന്ന ഇത്രയും കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്യില്ലായിരുന്നു. മനസ്സിലായത്? നമ്മുടെ കുട്ടികളുടെ
മാനസിക ആരോഗ്യ നില, മനസ്സിലായില്ലേ, അത് ആരോഗ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം അത് എത്രത്തോളം എത്ര കുട്ടികൾക്ക് അത് ഉണ്ടെന്നും എത്ര കുട്ടികൾക്ക് അത് കുറവാണെന്നും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ കുട്ടികളുടെ മാനസിക ആരോഗ്യം അത് നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു സമ്പത്താണ്. അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഗവൺമെന്റ് ചെയ്യണം, നമ്മുടെ രക്ഷിതാക്കളും അത് അതിനുള്ള സൗകര്യവും സാഹചര്യവും പിള്ളേർക്ക് ഒരുക്കി കൊടുക്കണം എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ള കാര്യം. കാരണം എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ. പല ആൾക്കാരും അല്ലെങ്കിൽ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. അത് മാത്രമേ എനിക്കിതിൽ പറയാൻ ഒരു കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.